ഞാൻ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഒരേയൊരു സ്വപ്നം മാത്രമായിരുന്നു, പണം ഉണ്ടാക്കണം എന്നത്. പക്ഷേ സത്യം പറയണമെങ്കിൽ ആദ്യത്തെ കുറെ വർഷങ്ങളിൽ ഞാൻ സമ്പാദിച്ചതിനേക്കാൾ വളരെ അധികം ഞാൻ നഷ്ടപ്പെടുത്തി. ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ രീതികൾ പരീക്ഷിച്ചു. ഓരോ പുതിയ ഡിപ്പിലും ഞാൻ വിശ്വസിച്ചു. ഓരോ തവണയും പുതുമയുള്ള പ്രതീക്ഷയോടെ മാർക്കറ്റിൽ പ്രവേശിച്ചു. പക്ഷേ ഫലം എന്നും ഒരേപോലെയായിരുന്നു. ഭയം, തെറ്റുകൾ, നഷ്ടങ്ങൾ. ഒരു ദിവസം ഒടുവിൽ ഞാൻ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കി. തെറ്റ് മാർക്കറ്റിലല്ല, തെറ്റ് എന്റെ ചിന്താഗതിയിലായിരുന്നു. ഓരോ തവണയും ഞാൻ ചെയ്യുന്നത് ട്രേഡിംഗ് അല്ലായിരുന്നു. അത് വെറും ഒരു പുതിയ ചൂതാട്ടം മാത്രമായിരുന്നു. എനിക്ക് ഉറച്ചൊരു പ്ലാനും ഇല്ലായിരുന്നു. ഇന്ന് എന്റെ ജീവിതം മാറ്റിമറിച്ച ഏറ്റവും വലിയ പാഠം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ. ട്രേഡിംഗിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ തോൽപ്പിക്കേണ്ടതില്ല. നിങ്ങൾ തോൽപ്പിക്കേണ്ടത് നിങ്ങളെത്തന്നെയാണ്. നിങ്ങളെത്തന്നെ ജയിക്കാനുള്ള വഴി സിദ്ധാന്തത്തിൽ ലളിതമാണ്, പക്ഷേ പ്രായോഗികമായി വളരെ കഠിനമാണ്. ഒരേയൊരു സിസ്റ്റം നിർമ്മിക്കുക, അതിൽ ഉറച്ചുനിൽക്കുക. എളുപ്പമല്ല, ഞാൻ അറിയാം. പക്ഷേ ഇതാണ് ഒരു തോൽക്കുന്ന ട്രേഡറെ വിജയിക്കുന്ന ട്രേഡറായി മാറ്റുന്ന വഴി. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. ഞാൻ എങ്ങനെ ഒരു നഷ്ടപ്പെട്ട ട്രേഡറിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറി എന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യഥാർത്ഥമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത് മറ്റൊരിടത്തും കിട്ടാത്ത ട്രേഡിംഗ് സത്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായി ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള അതേ ആഗ്രഹങ്ങളാണ് എനിക്കും ഉണ്ടായിരുന്നത്. വേഗത്തിൽ പണം ഉണ്ടാക്കണമെന്ന സ്വപ്നം, എന്നെത്തന്നെ തെളിയിക്കണമെന്ന ആവേശം, ഈ ഗെയിമിൽ ഏറ്റവും വേഗതയുള്ളവനാകണമെന്ന വിശപ്പ്. ചാർട്ടുകൾ ശരിയായി വായിക്കാൻ പഠിച്ചാൽ, ശരിയായ ഇടത്ത് എൻട്രി എടുത്താൽ മാർക്കറ്റ് എന്നെ ഓരോ തവണയും പ്രതിഫലിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ യാഥാർത്ഥ്യം അതിന്റെ പൂർണ്ണമായ വിരുദ്ധമായിരുന്നു. സത്യമായി പറയട്ടെ, ട്രേഡിംഗ് എന്നെ തകർത്തു. ഈ യാത്ര ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കഠിനവും വേദനാജനകവുമായിരുന്നു. ഓരോ നഷ്ടത്തിനും ഞാൻ എന്നെത്തന്നെ കുറ്റപ്പെടുത്തി. ലാഭം ഉണ്ടാകുമ്പോൾ എന്റെ ഈഗോ നിയന്ത്രണം പിടിച്ചു. അടുത്ത ട്രേഡിൽ തന്നെ എല്ലാം വീണ്ടും നഷ്ടമായി. ഈ ചക്രം ഒരിക്കലും അവസാനിച്ചില്ല. പ്രതീക്ഷ, നഷ്ടം, ലോഭം, ഭയം. ഇത് നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടില്ലേ? ഓരോ ട്രേഡിലും നിങ്ങൾ പറയുന്നത് ഈ തവണ ശരിയാകും എന്നാണ്. പക്ഷേ വീണ്ടും അതേ ഭയം, അതേ തെറ്റ്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നു. കാരണം ഇന്ന് നിങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്താണ് ഒരു കാലത്ത് ഞാൻ നിന്നിരുന്നത്. ഒടുവിൽ എനിക്ക് മനസ്സിലായി, പ്രശ്നം മാർക്കറ്റല്ല. മാർക്കറ്റ് അതിന്റെ സ്വഭാവം പോലെ പെരുമാറുന്നു. യഥാർത്ഥ പോരാട്ടം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഭയം, നമ്മുടെ ലോഭം. ഇവയാണ് നമ്മെ വീണ്ടും വീണ്ടും നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നത്. അവിടെയാണ് എന്റെ യഥാർത്ഥ പഠനം തുടങ്ങിയത്. ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ തന്നെ ഞാൻ എന്നും നഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ഒരു ഉറച്ച രീതിയുണ്ടാക്കി എന്ത് സംഭവിച്ചാലും അതിൽ ഉറച്ചു നിൽക്കാൻ ഇത് സമയം ആയോ? ഇന്ന് ഞാൻ നിങ്ങളോടും ചോദിക്കാനാഗ്രഹിക്കുന്നു അതേ ചോദ്യം തന്നെയാണ് ഇത്. നഷ്ടങ്ങളിൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ, നിങ്ങളുടെ കഠിനാധ്വാനം ഒടുവിൽ ഫലം കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ചോദ്യം നിങ്ങളോട് സത്യസന്ധമായി ചോദിക്കണം. അവസാനം ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇനി മുതൽ ട്രേഡിംഗ് ഒരു ചൂതാട്ടമായി തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഒരു സിസ്റ്റം നിർമ്മിക്കും. അവിടെ വികാരങ്ങൾക്ക് സ്ഥാനം ഇല്ല. ഉണ്ടാകുക നിയമങ്ങൾ മാത്രം. ആ നിയമങ്ങളിലേക്കുള്ള വിശ്വാസം മാത്രം. ഇപ്പോൾ നിങ്ങളുടെയും സമയം അതാണ്. ഒരു നിമിഷം നിൽക്കൂ. ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ എവിടെയെത്തിച്ചുവെന്ന് നോക്കൂ. പിന്നെ ഒരു തീരുമാനമെടുക്കൂ. ഇനി മുതൽ നിങ്ങൾ ഒരു സിസ്റ്റത്തോടെ പ്രവർത്തിക്കും. ഭയവും ലോഭവും പിന്നിൽ ഉപേക്ഷിക്കാൻ പഠിക്കും. ഈ യാത്ര എളുപ്പമല്ല, പക്ഷേ ഇത് സാധ്യമാണെന്ന് ഞാൻ ഉറപ്പായി പറയാം. ഒരു തോൽക്കുന്ന ട്രേഡറെ വിജയത്തിലേക്ക് നയിക്കുന്ന ആദ്യ പടി ഇതാണ്. ഞാൻ എന്നോട് തന്നെ വാഗ്ദാനം ചെയ്ത നിമിഷം, ഇനി ഞാൻ ഈ ഗെയിമിൽ ചൂതാട്ടം ചെയ്യില്ല. ഒരു വലിയ ചോദ്യം ഉയർന്നു. എന്തിനാണ് ഒരു സിസ്റ്റം? ഒരു സിസ്റ്റം ശരിക്കും മാറ്റം ഉണ്ടാക്കുമോ? സത്യം പറയാം, സിസ്റ്റം ഇല്ലാതിരുന്നപ്പോൾ ഓരോ ട്രേഡും പുതിയ പ്രതീക്ഷയും പുതിയ ഭയവും ആയിരുന്നു. ഓരോ തവണയും ഞാൻ വിചാരിച്ചു, ഈ തവണ മാർക്കറ്റിനെ ഞാൻ തോൽപ്പിക്കും. പക്ഷേ ഓരോ നഷ്ടവും എന്റെ ആത്മവിശ്വാസം പതിയെ തകർത്തു. ഇത് നിങ്ങൾക്കും സംഭവിക്കുന്നില്ലേ? അടുത്ത തവണ നല്ല എൻട്രി എടുക്കാം. അടുത്ത തവണ കൂടുതൽ പണം ഉണ്ടാക്കാം. പക്ഷേ ഫലം എതിർദിശയിൽ പോയാൽ പാനിക്ക്. ഇവിടെയാണ് ഒരു സിസ്റ്റം നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. ഒരു സിസ്റ്റം ഉണ്ടായാൽ, വ്യക്തമായ നിയമങ്ങളുള്ള ഒരു ഉറച്ച രീതിയുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഇനി തീരുമാനം എടുക്കേണ്ടതില്ല. ചാർട്ടുകൾ നോക്കിക്കൊണ്ട് ഭയത്തോടോ ലോഭത്തോടോ പോരാടേണ്ടതില്ല. നിങ്ങളുടെ നിയമങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്യുക മാത്രം. അവിടെ ഞാൻ ഒരു കാര്യം പഠിച്ചു. മാർക്കറ്റിൽ ഒന്നും ഉറപ്പില്ല.
ഓരോ നിമിഷവും പുതിയത്. എന്തും സംഭവിക്കാം. നിങ്ങളുടെ അടുത്ത ട്രേഡ് ലാഭമാവുമെന്ന് ആരും ഉറപ്പ് നൽകാൻ കഴിയില്ല. പലരും ഇവിടെ കുടുങ്ങുന്നു. അവർ കരുതുന്നു അടുത്ത നീക്കം അവർ പ്രവചിക്കുമെന്ന്. പക്ഷേ സത്യം, ആർക്കും മാർക്കറ്റിനെ പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല. ഓരോ ട്രേഡും വെറും ഒരു പ്രോബബിലിറ്റിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിമിഷം, ആ പ്രോബബിലിറ്റിക്കായി മുൻകൂട്ടി നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ട്രേഡിനുമൊപ്പം വരും സ്ട്രെസ്സും ഭയവും. നിങ്ങളെ വിട്ടുപോകും. എന്റെ സിസ്റ്റം വഴി ഞാൻ നഷ്ടങ്ങളെ ഗെയിമിന്റെ ഭാഗമായാണ് സ്വീകരിക്കാൻ പഠിച്ചത്. നഷ്ടങ്ങളെ നിഷേധിച്ചൽ ഞാൻ മുന്നോട്ട് പോയത് അവയെ അംഗീകരിച്ചാണ്. കാരണം എനിക്ക് അറിയാമായിരുന്നു എന്റെ സിസ്റ്റത്തിനുള്ളിൽ എന്റെ നഷ്ടങ്ങളെക്കാൾ വലിയ വിജയങ്ങൾ ഉണ്ടെന്ന്. അടുത്ത തവണ ഞാൻ കൂടുതൽ ബുദ്ധിമാനാവും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഇപ്പോഴും ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ കള്ളം പറയുകയാണ്. ട്രേഡിംഗിലെ ബുദ്ധി ഭാവി പ്രവചിക്കുന്നതല്ല, ഏത് സാഹചര്യത്തിലും ഞാൻ എന്തു ചെയ്യും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. അതാണ് ഒരു പ്രൊഫഷണലിനും ഒരു ബിഗിന്നറിനും ഇടയിലുള്ള വ്യത്യാസം. പ്രൊഫഷണൽ സിസ്റ്റം പിന്തുടരുന്നു, ബിഗിന്നർ വികാരങ്ങളെ പിന്തുടരുന്നു. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ ഏതു വശത്താണ്. നിങ്ങൾക്കും ഈ ഗെയിം ജയിക്കാം എന്ന് എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ അതിനായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സിസ്റ്റം നിർമ്മിക്കണം. അതിലും പ്രധാനമായി എന്ത് സംഭവിച്ചാലും അതിൽ ഉറച്ചുനിൽക്കുമെന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യണം. എൻട്രി, എക്സിറ്റ്, റിസ്ക് എല്ലാം വ്യക്തമായ നിയമങ്ങളായി ഞാൻ നിർവചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇനി എല്ലാം ശരിയാകും. പക്ഷേ അപ്പോഴാണ് യഥാർത്ഥ വെല്ലുവിളി തുടങ്ങിയത്. സിസ്റ്റം നിർമ്മിക്കുന്നത് എളുപ്പമായിരുന്നു, അതിൽ വിശ്വസിക്കുന്നത് അതാണ് കഠിനമായത്. ആദ്യ നഷ്ടം വന്നപ്പോൾ അതേ പഴയ ഭയം മടങ്ങിവന്നു. ഇത് തെറ്റായ സിസ്റ്റമായിരിക്കുമോ? മാർക്കറ്റ് മാറിയതാകുമോ? ഒരു ട്രേഡ് എതിർദിശയിൽ പോയാൽ നിങ്ങളും ഇങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നത്? ഇവിടെയാണ് ഏറ്റവും വലിയ പാഠം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം ആലോചിച്ച് നിർമ്മിച്ചതും ടെസ്റ്റ് ചെയ്തതുമാണെങ്കിൽ ഓരോ ട്രേഡിന്റെയും ഫലം സ്വീകരിക്കാൻ പഠിക്കണം. എന്റെ ജോലി മാർക്കറ്റിനെ തോൽപ്പിക്കലല്ല. എന്റെ ജോലി എന്റെ സിസ്റ്റം പിന്തുടരലാണ്. ഓരോ ട്രേഡും ഒരു പ്രോബബിലിറ്റി മാത്രം. ഫലം എന്റെ നിയന്ത്രണത്തിലല്ല. എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്റെ നിയമങ്ങൾ പാലിക്കലാണ്. നിങ്ങൾ സിസ്റ്റത്തിൽ ഉറച്ചുനിൽക്കുമ്പോൾ ഭയം പതിയെ ഇല്ലാതാകും, മനസ്സ് ശാന്തമാകും. മാർക്കറ്റ് മൂവ്മെന്റുകൾ വ്യക്തിപരമായ ആക്രമണങ്ങളല്ല, വെറും സംഭവങ്ങളായി നിങ്ങൾ കാണാൻ തുടങ്ങും. ഇതാണ് ഒരു പ്രൊഫഷണലിനെ സൃഷ്ടിക്കുന്ന മനോഭാവം. മാർക്കറ്റിൽ നഷ്ടപ്പെടുന്നത് കുറ്റമല്ല, ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ പരാജയം. നിയമങ്ങൾ ലംഘിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ നൽകിയ വാഗ്ദാനം നിങ്ങൾ തകർക്കുകയാണ്. അതുകൊണ്ട് ആദ്യ നഷ്ടങ്ങൾ വന്നാലും നിങ്ങളുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കൂ. മറ്റുള്ളവർ നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാലും നിയമങ്ങൾ ലംഘിക്കരുത്. ആ വിശ്വാസം നിങ്ങളെ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. മാർക്കറ്റിനെ മാറ്റാൻ ശ്രമിക്കരുത്, നിങ്ങളെത്തന്നെ മാറ്റൂ. എല്ലാ സാഹചര്യത്തിലും നിങ്ങളുടെ സിസ്റ്റം പിന്തുടരാൻ കഴിയും. മാനസിക ശക്തി നിങ്ങൾ വളർത്തണം. അതാണ് യഥാർത്ഥ വിജയം. അപ്പോൾ നിങ്ങൾ കാണും സ്വാഭാവികമായി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. തുടരും. നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ഭാഗവും ഇതേ ശൈലിയിൽ മാറ്റിത്തരാം.